ആ കുറച്ചു നേരമായി. ഞാനും ആന്റിയും വെറുതെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മഞ്ജു, നിന്റെ പ്ലാനുകളെല്ലാം തകർന്നു അല്ലേ? എന്ത് പ്ലാനുകൾ? അല്ല, ആ മന്ത്രവാദിനിയുടെ വ്രതം കഴിഞ്ഞാ ഗിരിയോട് കൂടുതൽ അടുക്കാന്ന് നീ സ്വപ്നം കണ്ടു കാണുമല്ലേ? പക്ഷെ ദൈവത്തിന്റെ ഓരോ കളികളെ കൃത്യം ആ സമയത്ത് മണ്ഡലകാലം വന്നു. നിന്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു പോയി കാണുമല്ലേ? നീ ഇതുവരെ എന്നെയും ഗിരിയെന്നെ ലക്ഷ്യം വെച്ച് എന്തൊക്കെ പണികൾ തന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു കാര്യം നിനക്ക് മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഞങ്ങളുടെ ബന്ധത്തെ കൂടുതൽ ശക്തമാക്കുകയുള്ളൂ. നിനക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് കാണും, പക്ഷേ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർക്ക് അത് പ്രകടിപ്പിക്കാൻ നീ പറഞ്ഞതുപോലെയുള്ള അടുപ്പം വേണമെന്നില്ല. മനസ്സൊന്ന് അടുത്താ മതി. മനസ്സുകൊണ്ട് ഞങ്ങൾ ഒന്നാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ നീ വീണ്ടും വീണ്ടും ഇവിടെ കയറി ഇറങ്ങി എന്താ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ല. മനുഷ്യനായ കുറച്ച് കൂളുപ്പ് വേണം. ഇങ്ങനെ ഏത് സമയവും വന്ന് നാണം കെടാനുള്ള ഒരു തൊലിക്കട്ടി വേണം. ഹാ, പിന്നെ നീ ഗോപാൽജിയുടെ മകളല്ലേ? തൊലിക്കട്ടി പാരമ്പര്യമായിട്ട് ഒത്തിരി കിട്ടുമല്ലോ. സ്വാമി ശരണം. സ്വാമി ശരണം. സ്വാമി ശരണം. എന്താ രണ്ടാളും വഴക്കൂടാനുള്ള പരിപാടിയാണോ? നിങ്ങൾ തമ്മിൽ ഇപ്പോഴും പ്രശ്നമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അത് ഞാനായിട്ട് പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ല. അത് കൂടുതൽ കുളമാവത്തേ ഉള്ളൂ. നിങ്ങൾ തന്നെ അതെങ്ങനെയാന്ന് വെച്ചാൽ സോൾവ് ചെയ്യുക. വഴക്കുകൾ പരമാവധി ഒഴിവാക്കുന്നതല്ലേ നല്ലത്. ഇതാരായി പറയുന്നേ? ഈ നാട്ടിൽ ഏറ്റവും വഴക്കുണ്ടാക്കുന്ന ആളാണോ? സ്വാമി ശരണം. എന്നാ ഞാൻ ഇറങ്ങുവാ. മഞ്ജു, കാണാം. ആ, കാണാം. ഞാൻ മലയ്ക്ക് പോകുന്ന ഗ്യാപ്പിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കും. പറയാൻ പറ്റില്ല. അത് അവളുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. ഭഗവാനെ അയ്യപ്പ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതേ. സ്വാമി ശരണം.